പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ അവരോട് കൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരുടെ കൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മണവാളനായ യേശു, പതിനായിരങ്ങളിൽ സുന്ദരനായ നമ്മുടെ യേശു കർത്താവ്, അവൻ തൻ്റെ മണവാട്ടിയെ, നാം ഓരോരുത്തരും അവൻ്റെ മണവാട്ടിയാണ്. മണവാട്ടി സഭയെ അവൻ ഒരുക്കുകയാണ്. നമ്മെ ഓരോരുത്തരെയും അവൻ അലങ്കരിക്കുകയാണ്. മണവാളനും മണവാട്ടിയും ഒരുമിച്ചുള്ള ജീവിതം, അത് സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഉല്ലാസത്തിൻ്റെയും ദിവസങ്ങളാണ്. അത് നിത്യനിത്യതയോളം ഉള്ള ഒരു ജീവിതമാണ്. ഇന്ന് ഈ ഭൂമിയിലും വിവാഹത്തിനുള്ള ഒരുക്കങ്ങളും അലങ്കാരങ്ങളും നാം ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ അത് വിവാഹ ദിവസത്തേക്ക് മാത്രമുള്ള ആഘോഷങ്ങളും ചമയങ്ങളും കെട്ടുകാഴ്ചകളും മാത്രമായി പോവുകയാണ്. വിവാഹം എന്നത് ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഒന്നല്ല. അത് മണവാളനും മണവാട്ടിക്കും ഈ ഭൂമിയിലെ ജീവിതകാലം മുഴുവനും ആസ്വദിക്കാനുള്ളതാണ്. എന്നാൽ ഇന്നത്തെ ആഘോഷങ്ങൾ കേവലം 1-2 ദിവസത്തേക്കുള്ളതായി മാറുന്നു. മണവാളൻ പറയുകയാണ്, ഞാൻ അവളുടെ കൂടെ വസിക്കും. കർത്താവായ യേശു മണവാട്ടി സഭയായ നാം ഓരോരുത്തരുടെയും കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മോട് കൂടെ സമയം ചിലവിടുവാൻ അവൻ ആഗ്രഹിക്കുകയാണ്. ഒരു മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഇടപെടലുകൾ എത്ര ഊഷ്മളതയോടെ ഉള്ളതായിരിക്കും. ദൈവം ആ വിധത്തിൽ നമ്മോട് കൂടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവൻ കൂടെ വസിക്കുന്നവൻ നമ്മോട് കൂടെ ഇരിക്കുവാൻ, നമ്മോട് കൂടെ സമയം ചിലവഴിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ. ഇന്നത്തെ വിവാഹ ബന്ധങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുന്നതും കൂടെ ഇരിക്കുവാൻ സമയമില്ല, കൂടെ ചിലവഴിക്കുവാൻ നേരമില്ല, കൂടെ വസിക്കുന്നത് പോലും വളരെ കുറവായിരിക്കുന്ന വിവാഹ ബന്ധങ്ങൾ നാം കാണുമ്പോൾ സ്വർഗീയ മണവാളൻ്റെയും മണവാട്ടിയുടെയും നിത്യനിത്യമായുള്ള വിവാഹ ജീവിതം അതെത്ര മാതൃകാപരമാണ്. അവൻ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കും. അതേ പ്രിയരെ, ഈ മാതൃകാ വിവാഹ ജീവിതത്തിൽ കണ്ണുനീരിന് സ്ഥാനമില്ല. ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും അഭിവൃദ്ധിയുടെയും ജീവിതമാകട്ടെ നമ്മളുടെ ഓരോരുത്തരുടെയും വിവാഹ ജീവിതം.